എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫ്ലൂട്ട് മാത്രമേ ഉള്ളൂ. ചരണം സെയിം തന്നെയാണ്, അനുപല്ലവിയുടെ അതേ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പാട്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് വരും. ഗോപകുമാരനെ കാണും 1 2 സാരി, ഫ്ലൂട്ട് തന്നെ, സാരി ഗ ഗ ഗ ഗ ഗ സ 1 2 സാരി ഗ അഗാരിന്ന് വരും. ഗ ഗ ഗ ഗ ഗ രി സ ഗ ഗ രി സ ഗ ഗ മ ഗ രി സ ഗ ഗ മ ഗ, ചെറിയ മാ ടച്ച് വരും. ഗ ഗ മ ഗ രി സ സാരി ഗ സാരി ഗ ഗ ഗ ഗ ഗ മ ഗ രി സ ഗ മ ഗ രി സ സാരി ഗിരി ഗ ഗ ഗ രി ഗ എന്നാ വന്നത്. സാരി രി ഗ ഗ ഗ ഗ ഗ രി സ 1 2 സരി രി 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 ദ സ സരി രി 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 1 1 2 3 ഒന്നിന് വായിക്കാം. 1 2 ദസ സരി രി 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 സദ ദസ സരി രി 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 ഗരി സദ രി രി സരി രി 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 ഗരി, രണ്ടാമത്തെ രി ഗരി സദ ദസ രി ഗരി സ ദസ രി ഗരി സ ദസ സരി രി 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 ഗരി സദ ദസ രി ഗരി സ ദസ സരി രി 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 ഗരി സദ ദസ രി ഗരി സ 1 2 1 2 ബാക്കി ദസ സ ദ ദസ ദ പ പദ പ ഗ സരി ഗ പ ദ ദസ സരി സ ദസ സ ദസ സരി സ ദസ സരി സ ദസ സരി സ ദ ദസ ദ ദ ആ ആ ദസ ദ പ ദസ സരി സ സ ദ ആ ആ ദസ ദ ദ പ പദ പ ദ പ പദ പ ഗ സരി ഗ പ ഗ സരി ഗ പ ദസ ദ പ ദസ ദ 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 ഫാസ്റ്റ് ആയിട്ട് വരും, ഈ സംഗതി പോലെ. ദസ സ ദ ദസ ദ പ പദ പ ഗ സരി ഗ പ ദസ ദ പ ദസ ദ ദസ സരി സ ദ ദസ ദ ദ പ പദ പ ഗ സരി ഗ പ ദസ ദ പ ദസ ദ 1 2 സ്പീഡിൽ വരും. 1 2 അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഫ്ലൂട്ട് മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ ഞാൻ വായിക്കാം. ഗോപകുമാരനെ കാണും 1 2 ഒരു തവണ കൂടി ഞാൻ വായിക്കാം. ഗോപകുമാരനെ കാണും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്.
പിന്നെ അതിൻ്റെ ചരണം. രാഗമരാളങ്ങൾ ഒഴുകി വരും രാവൊരു യമുനാ നദിയാകും. അത് ആദ്യത്തെ അനുപല്ലവിയുടെ അതേ ട്യൂൺ തന്നെയാണ്. അത് 2 തവണ വരും. അതിന്റെ നീലക്കടമ്പുകൾ താഴെ പൂക്കും താലവൃന്ദം വീശും പൂന്തന്നൽ താലവൃന്ദം വീശും. അതെല്ലാം സെയിം തന്നെ വരിക. അപ്പൊ ഇതാണ് അനുപല്ലവി. അത് കഴിഞ്ഞിട്ടുള്ള ചരണവും, ഒന്നാമത്തെ ചരണവും. പിന്നെ അടുത്ത ഓമൽ കൈവിരലാളിക്കും എന്നൊരു ചരണം കൂടി വരും. അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വരും, സരോഡിന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ടാണ് സെക്കൻഡ് ചരണം. ഓമൽ കൈവിരലാളിക്കും ഓടക്കുഴൽ ഞാൻ മേടിക്കും. 2 പ്രാവശ്യം. ഓമൽ കൈവിരലാളിക്കും ഓടക്കുഴൽ ഞാൻ മേടിക്കും ഞാനതിലലിഞ്ഞലിഞ്ഞില്ലാതാകും ഗാനമായി തീരും ശ്രീകൃഷ്ണ ഗാനമായി തീരും. അതേ സ്വരങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ അത് പ്രത്യേകിച്ച് ഇനി വായിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും എന്ന് ഒരു തവണ ഫുള്ള് വരും. അനുപല്ലവി കഴിഞ്ഞിട്ടും ചരണം കഴിഞ്ഞിട്ടും അവസാനത്തെ ചരണം കഴിഞ്ഞിട്ടും ഇതേമാതിരി ഒരു തവണ വരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവിയിൽ ആ ഗോപകുമാരനെ കാണുന്നുള്ള ആ ഒരു വരി ഒന്നുകൂടി എടുത്ത് പാടി നിർത്തും. അപ്പോൾ അത് ചെറിയ ചേഞ്ചസ് ഉണ്ട്, അത് ഞാൻ വായിച്ച് കാണിക്കാം. അപ്പോൾ ലാസ്റ്റ് പല്ലവി അവിടെ പദരി സരി ശതപ പദരി സരി ശതപ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ള അവിടെയാണ് പോകും. പദരി സരി ശതപ പദരി സരി ശതപ. പിന്നെ ബാക്കി അവിടെയുണ്ട് ഒരു ചേഞ്ച്. ഗൗരവാതിൽ ഗപദസാദപക തുറക്കും ഗപദസാദപക ഗപദസാദപക. അവിടെയൊക്കെ സംഗതി ദാസേട്ടൻ ഇട്ടിട്ടുണ്ട്. ദേവരാജൻ മാഷ് ചേഞ്ചസ് പറഞ്ഞു കൊടുത്തിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഗോപുരവാതിൽ തുറ ഗപദസാദപക. മതി. ഞാൻ ഗപകരിച്ച അതൊക്കെ സെയിം തന്നെ. ഞാൻ ഗോപകുമാരനെ കാണും. ഞാൻ അതും ശരിയാണ്. ഗോപകുമാരനെ കാണും. അവിടെ ഇതുണ്ട്.
ദപ ദപ ധനി ദപ ദപ ധനി ദപ ഗരി സ ദപ ധനി ദപ ചെറിയ നീ ടച്ച് ദപ ധനി ദപ ഗരി സ ദപ ധനി ദപ ഗരി സ സാ സാ കാണും ഗോപകുമാരനെ കാണും. അവിടെ ഗോപകുമാരനെ കാണും ഈശസ അങ്ങനെയാക്കാം. അപ്പൊ ആ ചേഞ്ചസ് വരും. അവിടെയാണ് പദരി സരി സദപ കപദ സാദപക ഗോപകു അല്ല ആദ്യം പ്ലെയിൻ വരും. ഗോപകു ദപദന ദപഗരി സരി സ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ചെറിയ ചേഞ്ചസ്. അത് അവസാനത്തെ പല്ലവിയിലാണ് ആ ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും പരിപൂർണമായിട്ട് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണങ്ങളും അവസാനത്തെ പല്ലവിയുടെ ആ ചേഞ്ചസും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കെല്ലാം എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.